എന്റെ കയ്യിലുള്ള സ്വർണം എന്തെങ്കിലും വെറും പാറക്കല്ലിന്റെ മൂല്യം മാത്രമുള്ള സാധനമാകുമോ? കഴിഞ്ഞ 15 വർഷത്തോളമായി ഗൂഗിളിന്റെ ടോപ്പ് ട്രെൻഡിങ്ങിലുള്ള ചോദ്യമാണിത്. വിൽ എവർ ഗോൾഡ് ബിക്കം വർത്ത്ലെസ്? അപ്പോൾ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്, അല്പം സ്വർണവും കയ്യിലുണ്ട്. ഇനി വേണ്ടത് ഉത്തരമാണ്. എപ്പോഴെങ്കിലും ഈ മഞ്ഞലോഹത്തിന് വെറും കല്ലിന്റെ വില പോലും ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഞാൻ ബിനീഷ് അരവിന്ദൻ, വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത 20 വർഷത്തെ സ്വർണത്തിന്റെ തലയിലെഴുത്ത് എന്തായിരിക്കും എന്നതാണ് റിസർച്ച് ഡാറ്റകളുടെ പിൻബലത്തോടെ നാം അറിയാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന 2024 ജനുവരി 21 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അന്തർദേശീയ വിപണിയിൽ 1 ഔൺസ് സ്വർണത്തിന് $2026.81 1 ഗ്രാമിന് $65.17 വിലയുണ്ട്. കേരളത്തിൽ ഈ ദിവസം 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5780 രൂപയാണ് വില. ഇത്രയും സ്റ്റെബിലിറ്റിയുള്ള ലോകമൊട്ടാകെയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുകളിലെ 1ാം നമ്പർ അസറ്റായ, ഒരിക്കലും പ്രിയം അവസാനിക്കാത്ത ഒരു ലോഹം കരിക്കട്ടയുടെ വിലയിലെത്തും എന്ന് പറയുന്നത് വീഡിയോ പോപ്പുലാരിറ്റിക്കും യൂട്യൂബ് അൽഗോരിതത്തെ ഔട്ട്സ്മാർട്ട് ചെയ്യാനുമാണെന്ന് സ്വാഭാവികമായും ആരും വിശ്വസിക്കാം. എന്നാൽ യാഥാർത്ഥ്യം ഇതിനുമപ്പുറത്താണ്. 1.5 വർഷം ലോകം മുഴുവൻ അടച്ചുപൂട്ടി നാമെല്ലാം വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ 2019 ആരും വിശ്വസിക്കില്ലായിരുന്നു. എന്നാൽ അതൊരു യാഥാർത്ഥ്യമായി. പാൻഡമിക് പോലൊരു ഫിനാൻഷ്യൽ വേവ് ആണ് വരാനിരിക്കുന്നതെന്ന് അമർത്യ സെൻ അടക്കമുള്ള അക്കാഡമിഷ്യന്മാരാണ് പറയുന്നത്. ആ വരവിൽ സ്വർണവും ഒന്ന് കുലുങ്ങും. അതായത് അധികമൊന്നും വേണ്ട. 2029 സ്വർണത്തിന് ഇന്നുള്ളതിന്റെ പകുതി മൂല്യം പോലും ഉണ്ടാകില്ലെന്നും 10 വർഷം കൂടി കഴിഞ്ഞ് സാങ്കേതിക വാല്യൂ മാത്രമുള്ള ഒരു കമ്മോഡിറ്റിയായി സ്വർണം മാറും എന്നുമാണ് ആ പ്രവചനത്തിന്റെ സാരം. സ്വർണത്തിന്റെ കാര്യമാകുമ്പോൾ ലേശം ചരിത്രം പറയാതെ തുടങ്ങാനാവില്ല. അത് കഴിഞ്ഞ് സ്വർണം കരിക്കട്ടയാകുമെന്ന പ്രവചനത്തിന്റെ കാര്യകാരണങ്ങൾ നോക്കാം. 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് സ്വർണത്തിന്റെ ചരിത്രം. സൗരയൂഥങ്ങൾക്കപ്പുറം സംഭവിച്ച ഒരു സൂപ്പർനോവ സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങളായ വൻ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ഭൂമിയിൽ വന്നിടിക്കുന്നു. ഭൂമി രൂപപ്പെടുന്ന കാലത്ത് ഉൾക്കാമ്പിലേക്ക് പോയ സ്വർണവും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ ആ ആഘാതത്തിലാണ് തിളച്ചു തൂവി ഭൂമിയുടെ പുറംകാമ്പിലേക്ക് എത്തുന്നത്. മനുഷ്യനും സ്വർണവുമായുള്ള ഇടപാട് ആരംഭിക്കുന്നത് ക്രിസ്തുവിന് മുമ്പ് 2450 ആണ്ടിൽ ഈജിപ്തിലെ നൂബിയയിലാണ്. ആൽക്കമിസ്റ്റ് ആയിരുന്ന സോസിമോസ് ഈ മഞ്ഞലോഹം വേർതിരിച്ചെടുത്ത് ആഭരണങ്ങൾ ഉണ്ടാക്കി നൂബിയൻ ഗോത്ര സ്ത്രീകൾക്ക് വിൽക്കാൻ തുടങ്ങി. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തുന്നതിന് 24 നൂറ്റാണ്ട് മുമ്പായിരുന്നു ഇതെന്നോർക്കണം. പിന്നീട് ഈജിപ്തിലെത്തിയ സഞ്ചാരികളും വ്യാപാരികളും ഈ മഞ്ഞലോഹം ലോകമാകെ പടർത്തി. ക്രിസ്തുവിന് ശേഷം 4-5 നൂറ്റാണ്ടുകളിൽ അമേരിക്കയിലും ചൈനയിലും തുർക്കിയിലും ദക്ഷിണാഫ്രിക്കയിലുമെല്ലാം സ്വർണം കണ്ടെത്തി. അത് സംസ്കരിക്കാനുള്ള തനത് വിദ്യകളും പ്രചരിപ്പിക്കപ്പെട്ടു. സ്വർണം ഒരു കമ്മോഡിറ്റിയായി വിൽക്കാനും ശേഖരിക്കാനും തുടങ്ങിയതും പുരാതന ഈജിപ്തിലായിരുന്നു. ധാന്യങ്ങളും വസ്ത്രങ്ങളും കൈമാറുന്നതിന് പകരമായി സ്വർണം നൂബിയയിലെ ചന്തകളിൽ വിപണനം ചെയ്യപ്പെട്ടു. ധാന്യത്തിന്റെ അളവുമായി താരതമ്യം ചെയ്താണ് അന്ന് സ്വർണത്തിന്റെ മൂല്യം നിശ്ചയിച്ചിരുന്നത്. അരറാത്തൽ സ്വർണം കയ്യിലുള്ള ഒരാൾക്ക് 1 വർഷത്തേക്കുള്ള ധാന്യവും തുണിയും സുലഭമായിരുന്നു. മെഡിറ്ററേനിയൻ തീരം മുഴുവൻ വ്യാപിച്ച മഞ്ഞലോഹത്തിന്റെ കീർത്തി മുതലെടുത്തത് റോമ സാമ്രാജ്യമായിരുന്നു. ആക്രമിച്ച് കീഴടക്കിയ ഇടങ്ങളിലെ സ്വർണ്ണഖനികൾ മുഴുവൻ അവർ സ്വന്തം നിയന്ത്രണത്തിലാക്കി. BC 10ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ അന്ന് ലഭ്യമായിരുന്ന സ്വർണത്തിന്റെ 90% റോമ സാമ്രാജ്യത്തിന്റെ പക്കലായിരുന്നു. ബാക്കി ആഫ്രിക്കയിലെ നാട്ടുരാജാക്കന്മാരുടെ കയ്യിലും. മതപരവും സാംസ്കാരികവുമായ പ്രാമുഖ്യം സ്വർണത്തിന് ലഭിച്ചു. കാലം പോകെ പോകെ ഓട്ടോമൻ സാമ്രാജ്യം സ്വർണത്തിന്റെ അധിപന്മാരായി. അമേരിക്കയിൽ അടിമകളെ വിൽക്കാനും വാങ്ങാനും സ്വർണം പ്രധാന വിനിമയോപാധിയായി. യൂറോപ്പിലെ നവോത്ഥാനവും വ്യവസായ വിപ്ലവവും സ്വർണത്തെ വേറൊരു ലെവലിൽ എത്തിച്ചു. രാജ്യങ്ങളുണ്ടായി. രാജ്യങ്ങൾക്ക് അതിരുകളും സമ്പദ് വ്യവസ്ഥയും സ്വന്തം നാണയവും ഉണ്ടായി. എന്നാൽ ലോകത്ത് പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരൊറ്റ കറൻസി മഞ്ഞലോഹമായിരുന്നു. ഓരോ രാജ്യത്തിനും എത്ര കറൻസി ഉണ്ടോ അതിന് കൃത്യമായ അനുപാതത്തിൽ സ്വർണവും കൂടി ഉണ്ടെങ്കിലേ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി ഉണ്ടാകൂ എന്ന പൊതു ലോകക്രമം രൂപപ്പെട്ടു. കോളനിവൽക്കരണത്തിലൂടെ ലോകത്തിന്റെ സമ്പത്ത് കുന്നുകൂടിയ യൂറോപ്പിലാണ് സ്വർണവും മല പോലെ വലുതായത്. സ്പെയിനും ബ്രിട്ടനും പോർച്ചുഗലുമെല്ലാം തങ്ങളുടെ സ്വർണ്ണശേഖരം വിപുലീകരിക്കാൻ മത്സരിച്ചു. ഗോൾഡ് സർട്ടിഫിക്കറ്റുകളും സ്റ്റാൻഡേർഡുകളും ഉണ്ടായി. സ്വർണ്ണമില്ലാത്ത രാജ്യങ്ങൾ ദരിദ്രരും സ്വർണ്ണമുണ്ടായിട്ടും അത് കുഴിച്ചെടുക്കാനും സംസ്കരിക്കാനും അറിയാത്ത രാജ്യങ്ങൾ വിഡ്ഢികളുമായി. എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ ഒരു കെട്ട് ചീരയുടെയും പല്ലുകുത്തിയുടെയും വരവിൽ എന്താവണമെന്ന് നിശ്ചയിക്കുന്ന നിലയിലേക്ക് സ്വർണവും അതിന്റെ അന്തർദേശീയ കമ്മോഡിറ്റി മാർക്കറ്റും എത്തിയിട്ട് 1 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 1ാം ലോക മഹായുദ്ധം മുതലാണ് സ്വർണ്ണം മഹാപ്രതാപിയായത്. അന്ന് മുതലുള്ള സ്വർണത്തിന്റെ വില വിശകലനം ചെയ്ത് 2029 സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 1914 യൂറോപ്പിൽ 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അത്യാവശ്യം കനത്തിൽ സ്വർണ്ണശേഖരമുള്ള രാജ്യങ്ങൾ തന്നെയായിരുന്നു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അവർക്കെല്ലാം പടക്കോപ്പുകളും റേഷനും വസ്ത്രവും എല്ലാം ആവശ്യമായിരുന്നു. വിഭവങ്ങൾ ഒരുക്കൂട്ടാൻ അവർ സ്വന്തം കറൻസി നിയന്ത്രണമില്ലാതെ അച്ചടിച്ചു. പ്രതിമാസം 322% ഇൻഫ്ലേഷൻ അഥവാ കറൻസിയുടെ മൂല്യം കുറയുന്ന അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടായത്. വിലക്കയറ്റം പാരമ്യത്തിലെത്തി. യുദ്ധം തുടങ്ങി 3ാം മാസത്തിൽ തന്നെ യൂറോപ്യന്മാർ തണുപ്പ് മാറ്റാൻ സ്വന്തം കറൻസി കത്തിച്ച് തീകായാൻ തുടങ്ങി. കാരണം വിറകിന് അവിടുത്തെ പണത്തേക്കാൾ വിലയുണ്ടായിരുന്നു. ഈ ഹൈപ്പർ ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ യൂറോപ്പിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സ്വർണം പുറത്തെടുക്കുക. അങ്ങനെ യൂറോപ്പിലെ അളവറ്റ സ്വർണം അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. സ്വർണത്തിന് പകരം അമേരിക്ക യൂറോപ്പിലേക്ക് പടക്കോപ്പുകളും ധാന്യങ്ങളും കൊടുത്തയച്ചു. യുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ സമ്പദ്ഗതി പാടെ മാറിയിരുന്നു. അമേരിക്കയുടെ കയ്യിൽ സ്വർണം കുമിഞ്ഞുകൂടി. അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടുതലായി ഉണ്ടെങ്കിൽ അത് ലോകത്തിന്റെ തലയിൽ എങ്ങനെ കെട്ടിവെക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. അങ്ങനെ അവർ യുദ്ധശേഷം ലോക മാർക്കറ്റിൽ തങ്ങളുടെ സ്വർണം ഡോളറിനെതിരായി ബെറ്റ് വെക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് സ്വർണ്ണവില നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഗതി നിർണ്ണയിച്ചു തുടങ്ങിയത്. ഈ ചരിത്രം ഇനിയും നീട്ടാൻ പോയാൽ വീഡിയോയുടെ പ്രധാന വിഷയത്തിൽ നിന്ന് മാറിപ്പോകുമെന്നതിനാൽ ഇവിടെ നിർത്തുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 88 രൂപ 62 പൈസയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. അന്ന് ഇന്ത്യൻ സർക്കാരിന്റെ പക്കലുള്ളത് 20 കോടി രൂപ താഴെ മാത്രം വിലമതിക്കുന്ന സ്വർണം.
സ്വർണ്ണം, വെറും 225 കിലോഗ്രാം. ബാക്കിയെല്ലാം ബ്രിട്ടീഷ് സർക്കാർ അക്കരെ കടത്തിയിരുന്നു. 2023 804 ടൺ സ്വർണ്ണമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഏതാണ്ട് 8 ലക്ഷം കിലോഗ്രാം. 46 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഈ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഗ്പൂരിലെ ഗോൾഡ് വോൾട്ടിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിലും ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിന്റെ ഭൂഗർഭ അറകളിലുമായി സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ കയ്യിൽ മാത്രമുള്ള സ്വർണ്ണത്തിന്റെ കണക്കാണ്. അനൌദ്യോഗികമായി ഇന്ത്യയിലെ ജനങ്ങളുടെ പക്കൽ 26,716 ടൺ സ്വർണ്ണം ആഭരണമായും കോയിനുകളായും സ്വർണ്ണക്കട്ടികളായും എല്ലാം ഉണ്ട്. ആ തുക ഇത്രയുമുണ്ട്. എണ്ണമെങ്കിൽ എണ്ണിക്കോ. 1,54,95,280 കോടി രൂപയ്ക്കുള്ള സ്വർണ്ണം. ഇന്ത്യയിലെ സ്വർണ്ണത്തിന്റെയും അതിന്റെ മൂല്യത്തിന്റെയും കണക്ക് പറഞ്ഞത് മറ്റൊന്നുമല്ല. സ്വർണ്ണത്തിന്റെ മൂല്യം അടപടലം തകർന്നു വീണാൽ അതിന്റെ ആഘാതം എത്രമാത്രമായിരിക്കുമെന്ന് സൂചിപ്പിക്കാനാണ്. വീഡിയോ തുടങ്ങിയിട്ട് നേരം കുറച്ചായി, ഇനിയും കാര്യത്തിലേക്ക് വന്നിട്ടില്ല. ശരി, പറയാം. 2039 സ്വർണ്ണത്തിന് കരിക്കട്ടയുടെ മൂല്യമായിരിക്കുമെന്ന് പ്രവചിച്ചത് ആരൊക്കെയാണ്? എന്താണ് അതിലേക്ക് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങളും ട്രെൻഡുകളും? ഈ പ്രവചനങ്ങൾ എത്രമാത്രം വിശ്വാസത്തിലെടുക്കണം? അതെല്ലാം ഒന്ന് പരിശോധിക്കാം. സ്വർണ്ണം ആഗോള സമ്പത്തിന്റെ വിനിമയത്തിനുള്ള ഉപാധിയാക്കിയ അമേരിക്ക തന്നെ സ്വർണ്ണത്തെ കൊല്ലുമെന്ന് 1943 തന്നെ പ്രവചിച്ച ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു, എഡ്വിൻ കെമ്മറർ. അദ്ദേഹത്തിന്റെ തിയറി പറയുന്നത് പ്രകാരമാണ് ലോകമെങ്ങും കുമിഞ്ഞുകൂടുന്ന സ്വർണ്ണം അമേരിക്കൻ ഡോളറിന് ഭീഷണിയാകും. ആഗോള കറൻസി എന്ന മേൽക്കൈ 21ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിൽ അമേരിക്കൻ ഡോളറിന് നഷ്ടപ്പെടുന്ന നിലവരും. ഇത് മറികടക്കാൻ അമേരിക്കൻ ഫെഡറൽ റിസർവ് തങ്ങളുടെ സ്വർണ്ണശേഖരത്തിലെ മൂല്യം പടിപടിയായി താഴ്ത്തും. ആഗോള വ്യാപാരത്തിൽ സ്വർണ്ണം ഉപയോഗിക്കുന്നതിൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തുന്നതിലൂടെ ഡോളർ പിടിച്ചു നിർത്താൻ അമേരിക്ക ശ്രമിച്ചാൽ ലോകമെമ്പാടും സ്വർണ്ണത്തിന്റെ മൂല്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. 1928 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം അമേരിക്ക നടപ്പാക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരമായിരിക്കും ഇത്. കെമ്മററിന്റെ തിയറി പുതിയ സാമ്പത്തിക ക്രമത്തിൽ അത്ര എളുപ്പമില്ലെന്ന് വാദിച്ചാൽ തന്നെ ഇതിൽ ചില സത്യങ്ങളുണ്ട്. അത്തരത്തിലൊന്ന് 2019 സംഭവിച്ചിരുന്നു. അമേരിക്കൻ കോൺഗ്രസ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കിൽ ദി ഗോൾഡ് എന്ന തരത്തിലൊരു നിയമനിർമ്മാണത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് വന്ന കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ഇനിയും അത്തരമൊരു ശ്രമത്തിന് അമേരിക്ക മുതിരാകുകയില്ല. ലോകമെമ്പാടുമായി 10 ലക്ഷം പേരെങ്കിലും ആത്മഹത്യ ചെയ്യാവുന്ന ഒരു നീക്കമാണെങ്കിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്താൻ അമേരിക്ക ഏതറ്റം വരെയും പോകും. അങ്ങനെ ചെയ്താൽ സ്വർണ്ണം ഇന്നത്തെ വിലയായ ഗ്രാമിന് 5,780 രൂപയിൽ നിന്നും 2,800 രൂപയായെങ്കിലും കൂപ്പുകുത്തും. വെറും 2 ആഴ്ച കൊണ്ട്. പിന്നീട് ഒരിക്കലും പൊങ്ങാത്ത രീതിയിൽ. സംഭവിക്കാവുന്ന ദുരന്തം എത്രമാത്രമായിരിക്കുമെന്ന് ചിന്തിക്കൂ. സ്വർണ്ണത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടേക്കാമെന്ന തരത്തിലുള്ള രണ്ടാമത്തെ നിഗമനം ദിനം പ്രതിയെന്നോണം കുറയുന്ന അതിന്റെ ഡിമാൻഡാണ്. ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കേരള വിപണിയല്ല സ്വർണ്ണത്തിന്റെ അന്താരാഷ്ട്ര കമ്മോഡിറ്റി വിപണി. രാഷ്ട്രങ്ങൾ തങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് സ്വർണ്ണം വാങ്ങണോ ഡോളർ വാങ്ങണോ എണ്ണ വാങ്ങണോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് സ്വർണ്ണത്തിന്റെ യഥാർത്ഥ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റ്. നിക്ഷേപത്തിനായി സ്വർണ്ണം വാങ്ങുന്ന രീതി 2018 മുതൽ സ്ഥിരമായി കുറയുകയാണ്. പകരം ഇക്വിറ്റികളിലും ബോണ്ടുകളിലുമാണ് വൻകിട ധനകാര്യ കോർപ്പറേറ്റുകൾക്കും സമ്പന്ന സർക്കാർ ഫണ്ടുകൾക്കും താല്പര്യം. എന്നിട്ടും ദിവസവും സ്വർണ്ണത്തിന്റെ വില കയറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെയും ആവർത്തിച്ചുള്ള പലിശ നിരക്ക് വർധന മാത്രമാണ് കാരണം. ലോകം അടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഉടൻ അഭിമുഖീകരിക്കാനിരിക്കുന്നു എന്ന ഭയമാണ് ഇന്ത്യയിലടക്കം ക്രമാതീതമായ തോതിൽ സ്വർണ്ണവില ഉയരാൻ കാരണം. കേരളത്തിലെ ജ്വല്ലറി ഉടമകൾ എത്ര തവണ ശുഭകരമെന്ന് ആവർത്തിച്ചാലും ആഗോള സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ഒരു ഭ്രാന്ത് പിടിച്ച പോക്കായാണ് വിലയിരുത്തുന്നത്. 2028-29 വർഷങ്ങളിൽ ഇതിന്റെ ആഘാതം ലോകം അനുഭവിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. .com ബബിൾ തകർന്നതുപോലെയും 2008 അമേരിക്കൻ സാമ്പത്തിക ദുരന്തത്തിന്റെയും പല മടങ്ങ് വ്യാപ്തിയുള്ള ആഘാതം. കൂടുതൽ സ്വർണ്ണമുള്ളവർ കൂടുതൽ നക്ഷത്രമിണ്ടുമെന്ന് സാരം. സ്വർണ്ണം കരിക്കട്ടയാകുമെന്ന പ്രവചനത്തിൽ മൂന്നാമതായി പറയപ്പെടുന്ന കാരണം സ്വർണ്ണഖനനത്തിൽ രാജ്യങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കൊണ്ടുവന്നിരിക്കുന്ന കർശന നിയന്ത്രണങ്ങളാണ്. സ്വർണ്ണഖനികളിലെ ഓവർ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കാൻ 11 ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിക്ക് ശേഷം പ്രതിവർഷം സ്വർണ്ണ ഉൽപാദനം 20% കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പുതിയ ഖനികൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ലഭ്യത കുറയുമ്പോൾ ഡിമാൻഡും വിലയും കൂടില്ലേ എന്ന സംശയമുണ്ടാകാം. എന്നാൽ 1964, 68, 84 വർഷങ്ങളിലെ സ്വർണ്ണവിലകൾ നമുക്ക് മുന്നിലുണ്ട്. ഖനനം ഏതാണ്ട് നിലച്ച ഈ വർഷങ്ങളിൽ റെക്കോർഡ് വീഴ്ചയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സ്വർണ്ണത്തിന്റെ കാര്യം അങ്ങനെയാണ്. സപ്ലൈ കുറയുമ്പോൾ വില കൂടുകയല്ല, ഡിമാൻഡ് കുറയുകയാണ് ചെയ്യാറ് പതിവ്. ലോകരാജ്യങ്ങളുടെ ഗോൾഡ് റിസർവിൽ വരുന്ന കുറവ് മറ്റൊരു സൂചനയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം 2018 ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളുടെ സ്വർണ്ണ റിസർവിൽ 15% കുറവാണ് ഉണ്ടായത്. ഉദാഹരണം ഇന്ത്യ. 2015 ഇന്ത്യയുടെ കയ്യിലുള്ള സ്വർണ്ണത്തിന്റെ കണക്ക് പ്രകാരം 2023 1,200 ടണ്ണിലധികം സ്വർണ്ണം റിസർവായി ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 വർഷത്തിലേറെയായി റിസർവ് ബാങ്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ യാതൊരുവിധ താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. ലോകത്തിന്റെ ഖജനാവുകൾക്ക് വേണ്ടാതാകുന്ന മഞ്ഞലോഹത്തിന്റെ ഭാവി എന്താകുമെന്നാണ് നിരീക്ഷകർ ചോദിക്കുന്നത്. സ്വർണ്ണം സുരക്ഷിതമല്ലെന്നവർ വാദിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. സ്വർണ്ണത്തിന്റെ മൂല്യം പടിപടിയായി കുറയുമെന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം ക്രിപ്റ്റോ കറൻസികളുടെ പ്രചാരമാണ്. നിലവിൽ അല്പം ക്ഷീണത്തിലാണെങ്കിലും ഡിജിറ്റൽ മണി അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകം കീഴടക്കുമെന്നാണ് സാമ്പത്തിക ലോകം പ്രവചിക്കുന്നത്. നാം ഇപ്പോൾ ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഉപയോഗിക്കുന്നത് പോലെ ചായ കുടിക്കാനും പച്ചക്കറി വാങ്ങാനുമെല്ലാം ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന കാലം വിദൂരമല്ലെന്നർത്ഥം. അത്തരം ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ സ്വർണ്ണത്തിന് ഒരു പ്രസക്തിയുമില്ല. മഞ്ഞലോഹത്തിന്റെ പണി തീർന്നാൽ പകരമെത്തുന്ന ക്രിപ്റ്റോകളും ഡിജിറ്റൽ കോയിനുകളും നേടുന്ന പ്രചാരം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. പുതിയ ലോകക്രമത്തിൽ ഒരു നിക്ഷേപവും ദീർഘകാലത്തേക്ക് സുരക്ഷിതമല്ല. സ്വർണ്ണത്തിന്റെ ഭാവിയും ഇതിൽ നിന്ന് വ്യത്യസ്തമാകില്ല. എന്നാൽ തിളങ്ങുന്ന ആ അപൂർവ ലോഹത്തിന്റെ പ്രിയം മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം അവസാനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. കാത്തിരുന്ന് കാണാം. പക്ഷേ അല്പം ജാഗ്രതയോടെ മാത്രം. വിറ്റൊഴിയേണ്ട സമയത്തെല്ലാം വിറ്റൊഴിക്കുക തന്നെ വേണം. ഇത്ര നേരം വരുന്നതിന് നന്ദി.